ഹായ്, PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. അതായത് രാവിലെ കുട്ടികൾക്ക് സ്കൂളുള്ള ഒരു ദിവസം രാവിലെ അവരെ പറഞ്ഞു വിടലും അതുപോലെ പഠനവും എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഒരു തിരക്ക് പിടിച്ച ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ ചോറെല്ലാം വെച്ചിട്ട് അതിന് ശേഷമുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 5:30 ആ ടൈമിൽ എണീച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു. 6 മണിയായപ്പോഴാണ് ഞാൻ ചായയെല്ലാം ഇട്ടിട്ട് വന്നിട്ട് ആ ഒരു സമയത്ത് കുറച്ച് നേരം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. ഒരു അരമണിക്കൂറേ കിട്ടുള്ളൂ, കാരണം രാവിലെ അടുക്കളയിൽ തിരക്കിട്ട പണിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചായ കുടിക്കണ ആ ഒരു ടൈം കുറച്ചിങ്ങനെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് SCRT ആ ഒരു ഭാഗമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി രാവിലെ പഠന സമയം കുറവാണിപ്പോൾ. അങ്ങനെ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുട്ടികളുടെ ടൈം ടേബിൾ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇതേപോലെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമായിരുന്നു. അപ്പം തലേ ദിവസം ഇതിൻ്റെ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കണം ബാഗിൽ. അപ്പോൾ ആ ഒരു പണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ കയറുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും. ഈ ഒരു സമയത്തെല്ലാം ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഓൺ ചെയ്തിട്ടിട്ടാണ് ഈ പണികളെല്ലാം എടുക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹസ്ബൻഡിന് കട്ടൻ ചായ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കറി ഉണ്ടാക്കുന്നുണ്ട്, പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ഇടയിൽ കൂടെ ഈ സമയത്തെല്ലാം ക്ലാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു റിവിഷൻ ക്ലാസ് പോലെ കേട്ടു പോവാണ്, അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ എഴുന്നേൽപ്പിക്കണം. ഒരാൾക്ക് എഴുന്നേൽക്കാൻ നല്ല മടിയാണ്, മോള് വേഗം എഴുന്നേൽക്കും കേട്ടോ. മോന് നല്ല മടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വിളിക്കേണ്ടി വരും, ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് നിൽക്കേണ്ടി വരും. അങ്ങനെ അവരിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവരുടെ ഒരുവിധം പണികളെല്ലാം റെഡിയായ ശേഷോട്ടെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന്, അല്ലെങ്കിൽ പിന്നെ പറ്റില്ല, ടൈം പോവും. അതിനുശേഷം ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി അതെല്ലാം ടവലിൽ പൊതിഞ്ഞ് കിറ്റിലൊക്കെ വെച്ച് കൊടുക്കണം. ആ ഒരു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊന്നും ഞാൻ കേൾക്കുന്നില്ല കേട്ടോ ക്ലാസ്, കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കിട്ട ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു മണിക്കൂറൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കുട്ടികൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു പണിയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ മാത്രം നമ്മൾ വാരി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് കഴിച്ചോളും ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ. അങ്ങനെ എല്ലാം റെഡിയാക്കി, ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പോയി കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു വിട്ടു കേട്ടോ. പോയി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എൻ്റെ വർക്കൗട്ട് ചെയ്തു. അതിനും കുറച്ച് ടൈം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ, കാരണം കുറച്ച് ദിവസമായി ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുമ്പോൾ ശരീരവേദന ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ. അതിനുശേഷം എൻ്റെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പോവാണ്. ആ ഒരു സമയത്ത് ഞാൻ ഇയർഫോൺ വെച്ചിട്ടാട്ടോ ചെയ്യാൻ. ഞാൻ ഇയർഫോൺ ഇതങ്ങനെ ഒരു ചെവിയിൽ മാത്രമേ വെക്കുള്ളൂ, വേറെ അങ്ങനെ വിടില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ വിളിച്ചാലോ ഒന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഒരു ചെവി മാത്രം വെക്കുന്നത്. പിന്നെ ഞാൻ നേരെ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് വെച്ചാൽ അലക്കാനാണ്. പുറത്തേക്ക് ഡ്രസ്സ്, അതാണ് കേട്ടോ അലക്കുകല്ല് ആ ഭാഗത്ത്. അപ്പോൾ മഴ വരുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ആദ്യം അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് തുടയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ ശേഷം, എൻ്റെ കുളിയും കഴിഞ്ഞ ശേഷമോട്ടോ ഞാൻ പിന്നെ പഠിക്കാനിരിക്കുക. അപ്പോൾ ഞാൻ ഈ തുടയ്ക്കലും കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ലേറ്റിൽ എഴുതിയിട്ടാണ് ഞാൻ മാത്സ് പഠിക്കുക. പക്ഷെ അതിൻ്റെ ആ ഒരു എഴുതുന്ന സംഭവം കാണുന്നില്ല കേട്ടോ, കുട്ടികളെ എവിടെ ഇട്ടു. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ തിരയാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പേനയുടെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്സ് ആണ് കാണുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈസി ലേണിംഗ്സ് എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളാട്ടോ കാണുന്നത്. കമ്പനി ബോർഡ് LGSൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണ് അതിലിടുന്നത് ഇപ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ടാലൻറ്റിൻ്റെ 10th ലെവൽ PYQ ബുക്കാണ് കേട്ടോ നോക്കി. അതിൽ LGS ലെവലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നോക്കിയത്. ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഈ വൊക്കാബ് സ്പീഡിയുടെ ആ ഒരു 1 വേർഡ് ആയിട്ട് വരുന്നത് മാത്രമാണ് നോക്കുന്നത്, അത് റിലേറ്റഡ് ഫാക്ട്സ് ഉള്ള PYQ ബുക്ക് കൂടി നോക്കുന്നുണ്ടോ എന്നുള്ളത്. റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളത് കൂടി ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടും. അപ്പം ഞാൻ അതൊക്കെ നോക്കി ഉച്ചവരെ അതാണ് കേട്ടോ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 12-12:30 വരെ. കാരണം കൂടുതൽ ടൈം ഞാൻ മാത്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമാണ് പിന്നെ ഈ ഒരു PYQ ബുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കൂടുതൽ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.